Baruch atah Adonai Elohinu melech haolam. സകല ലോകത്തിന്റെയും രാജാവ് എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. ദൈവവചനത്തിന് മുമ്പാകിരിപ്പാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യപദവിയായി കാണുവാൻ ദൈവം കൃപ ചെയ്യുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളിൽ പലരും വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നതിൽ വലിയ സന്തോഷം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവവചനത്തോട് കാണിക്കുന്ന പ്രതികരണമാണ് അതിലൂടെ വെളിവാകുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ 29-ാം സങ്കീർത്തനത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ അതിൻ്റെ പൊരുളൊന്ന് തിരിക്കുന്ന ശ്രമത്തിലായിരുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, വനങ്ങളെ തോലുരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, അവിടെ മാനിന്റെ കാര്യവും പറയുന്നില്ല, പ്രസവത്തിന്റെ കാര്യവും പറയുന്നില്ല. പക്ഷെ കൃപയാൽ നമ്മൾ മലയാളം പുസ്തകത്തിലും ഇംഗ്ലീഷ് പുസ്തകത്തിലും ഗ്രീക്ക് പുസ്തകത്തിലും മാൻ പ്രസവിക്കുന്നുണ്ട്. മാൻ പ്രസവിക്കുകയോ പ്രസവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ഒറിജിനൽ ടെക്സ്റ്റ്, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത ഒറിജിനൽ ഹെബ്രൈക്ക് അല്ലെങ്കിൽ ഹീബ്രു ടെക്സ്റ്റിൽ അങ്ങനൊരു പദം ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അതങ്ങനെ വരാൻ കാരണം എന്നുള്ളതെന്ന് അറിയാനുള്ള ശ്രമമാണ് ചെയ്തത്. ഒരു ചോദ്യത്തിന്റെ മറുപടി എന്തുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിലേക്ക് വന്നത്. ഞാൻ ദൈവം ആരെന്നാൽ സബ്ജക്ട് എടുക്കാനായിട്ടാണ് കുറെ ആഴ്ചയിലായിട്ട് ഞാൻ ഓങ്ങി നിൽക്കുന്നത്. പക്ഷെ ആ ഏറിയയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ദൈവമക്കൾ താല്പര്യത്തോടെ ചോദിക്കുന്നതൊക്കെ വളരെ റെലവെന്റ് ആയതുകൊണ്ടാണ് ഞാനത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആശയമേ പറയുന്നില്ല. പക്ഷെ എന്നാൽ മറ്റു പുസ്തകങ്ങളിൽ ഉണ്ട് താൻ. അപ്പൊ ഇതിങ്ങനെ വന്നപ്പോൾ പലരും, ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്ന പല ശ്രദ്ധരായ കർത്തദാസന്മാർ പോലും ഈ മാൻപയുടെ പ്രസവത്തെ കുറിച്ചൊക്കെ ദീർഘമായി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് വലിയ പ്രയാസമൊക്കെ തോന്നി. പക്ഷെ എനിക്ക് അവരെ തിരുത്താൻ ഒക്കുകയല്ല. ഞാൻ ആ റൂമിൽ വെറും ശിശുവായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് അത്രത്തോളം അത് എഫക്റ്റീവ് ആവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെയൊക്കെ മൗനം പാലിച്ചു. അവര് പറയുന്നതൊക്കെ ഞാൻ തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു. അത് ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച സമയത്തും സാറന്മാർ പലതും പറയുമ്പോൾ ഞാൻ തലയാട്ടിക്കൊണ്ടിരിക്കുകയല്ലാതെ അന്നും എന്തോ ചില കാര്യങ്ങളൊന്നും എനിക്ക് അത്ര യോജിപ്പില്ലായിരുന്നു. ദൈവത്തിന്റെ മഹാദയ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തമ്പുരൻ അവിടെ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് എൻ്റെ എബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ദൈവജനം പഠിക്കാൻ ഇന്നും ദൈവം എനിക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം പലതിൽ നിന്നും ഞാൻ വ്യത്യസ്തനായി മാറി നിൽക്കാൻ കാരണം. ഓക്കെ, നമ്മൾ അതിൻ്റെ ഞാൻ എബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേദോസം പഠിക്കുന്ന നിങ്ങളെ കേൾപ്പിക്കാനായിട്ടല്ലോ ക്ലാസ്, എങ്കിലും സന്ദർഭമായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് ഇത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതിന് എപ്പോഴും ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ റീസണും ഇതിന്റെ എക്സിസ്റ്റൻഷ്യൽ റീസണും എന്തുകൊണ്ടാണ് 29-ാം സങ്കീർത്തനം ഇങ്ങനെ ഈ പുസ്തകത്തിനകത്ത് വരാൻ കാരണം, എന്താണ് എൻ്റെ ഹിസ്റ്റോറിക്കൽ റീസൺ, അതിന്റെ എക്സിസ്റ്റൻഷ്യൽ റീസൺ എന്താണ്, ഇതിനകത്ത് ചേർക്കാൻ കാരണം എന്താണ്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടേ നമ്മൾ ആ പുസ്തകത്തിലേക്ക് പോകാവൂ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. 150 ഉൾക്കൊള്ളുന്ന ഒരു കവിതാ സമാഹാരമാണ് സങ്കീർത്തനമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ അധ്യായങ്ങൾ 150 അധ്യായങ്ങളായിട്ടല്ല, 150 പുസ്തകങ്ങളായിട്ടാണ് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിനകത്തുള്ളത്. സ്തോത്രം. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 29-ാം സങ്കീർത്തനം അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കീർത്തനം. അപ്പൊ എന്താണ് ഇതിന്റെ റീസൺ, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. 29-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മറന്നുപോയി.
യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലുരിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടത്. അവിടെ തെറ്റൊന്നുമില്ല കേട്ടോ. കാദേശ് മരുവിനെ നടുക്കുന്നു. അതിനോടൊന്നും യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്റെ സ്നേഹിതനായ അനീഷ് കൗവാലത്തിന്റെ ഒരു പ്രസംഗമുണ്ട്, കാദേശ് മരു എന്തുകൊണ്ടാണ് നടുങ്ങാൻ കാരണം. യൂട്യൂബിൽ കയറി നോക്കണം കേട്ടോ. അദ്ദേഹം കാര്യകാരണ സഹിതം കാദേശ് മരു എന്തുകൊണ്ട് നടുങ്ങുന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. എനിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു സന്ദേശമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള അതിഗംഭീരമായ ഒരു യുദ്ധം അല്ലേ. ഗോലിയാത്താണെങ്കിൽ എല്ലാവിധമായ വെൽ ട്രെയിൻഡ് ആണ്, എക്യുപ്മെന്റ്സും വെപ്പൺസും എല്ലാം നന്നായിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ രാപ്പകൽ ഭേദമന്യേ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന മല്ലൻ. ദാവീദ് അവന്റെ മേൽ ഒരു ജയമെടുത്തു. ഞാൻ സാന്ദർഭികമായിട്ട് ചോദിക്കട്ടെ, അപ്പോൾ ദാവീദ് കൊന്ന മല്ലനെ കുറിച്ച് നിങ്ങൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ, 17-ാം അധ്യായത്തിൽ, ശരിയല്ലേ? എന്നാൽ ദാവീദിനെ കൊന്ന ഒരു മല്ലനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്നോട് പറയണം. ദാവീദ് ഒരു മല്ലനെ കൊന്നു, ഒറ്റയേറിന് കൊന്നു. പക്ഷെ ദാവീദിനെ കൊന്ന ഒരു മല്ലനെ കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനൊരു അസൈൻമെന്റ് ആയിട്ടോ ഹോംവർക്ക് ആയിട്ടോ ഒക്കെ തരിക. വ്യാഴാഴ്ചത്തെ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ആദ്യമേ ഞാൻ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ മതി. ഇപ്പൊ നിങ്ങളത് വായിക്കാൻ പോകരുത്. സസൂക്ഷ്മം വായിച്ചിട്ട് ദാവീദിനെ കൊന്ന മല്ലൻ ആരാണെന്ന് എന്നോട് പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിറ്റേ ക്ലാസ്സിൽ ദാവീദിനെ കൊന്ന മല്ലൻ ആരാണെന്നുള്ളത് പുസ്തകത്തിൽ നമുക്ക് തെളിയിക്കാം. നിങ്ങളുടെ മുഖം വാടാതെ പുസ്തകത്തിൽ ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനെ വിഷമിക്കുന്നേ? ഞാൻ ഏതാണ്ട് വേദവിപരീതം പറഞ്ഞതുപോലെ, ദുരുപദേശം പറഞ്ഞതുപോലൊക്കെ നിങ്ങൾ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്ന എന്തിനാ? സ്തോത്രം. പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ടര്. നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരിക. എപ്പോഴും ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന മാത്രമേ ഉള്ളൂ, ഹോംവർക്കൊന്നും തരാറില്ലല്ലോ. അപ്പൊ നല്ല സ്റ്റുഡൻസിന് ഹോംവർക്ക് കിട്ടും, നല്ലതാണ് എന്റെ വിശ്വാസം. അപ്പം 3-4 ദിവസത്തെ ഒരു ഹോംവർക്ക് ഇരിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ആ ജയിച്ച് ജയാളിയായി വരുന്ന സന്ദർഭത്തിൽ തനിക്ക് ലഭിച്ച ജയത്തിന്റെ വിവരണം നൽകുന്ന സങ്കീർത്തനമാണ് 29-ാം സങ്കീർത്തനം. ഇത് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ദാവീദ് പറയുകയാണ്, എന്ത്? ഇസ്രായേലിന് വേണ്ടി ഞാൻ ഈ ജയം കൈവരിക്കാൻ കാരണം എന്താണെന്നുള്ളത് വിവരിക്കുക. എന്താണ് വിവരിക്കുന്നത്? ഈ ഗോലിയാത്ത് ദാവീദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇങ്ങനെ കവണയും കല്ലും ഒക്കെ ആയിട്ടാണോ വരുന്നത്? എന്നെ നോക്ക്, എൻ്റെ കയ്യിൽ ആയുധമുണ്ട്, കുന്തമുണ്ട്, വാളുണ്ട്, എല്ലാ ആയുധമായിട്ട് വരുമ്പോൾ നീ ഇങ്ങനെ ഈ കല്ലും കൊണ്ടാണ് എൻ്റെ നേരെ വരുന്നു പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ മറുപടി ഉണ്ട്, അല്ല, ഞാൻ നിന്റെ നേരെ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആകുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ദാവീദ് ഉപയോഗിച്ച ആ പദം എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദാവീദ് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, യറ്റ് ബെഷേം. കർത്താവ് ഉപയോഗിച്ച അതേ പദം തന്നെ, അനഖി. കണ്ടോ? ആ ഒറ്റ പദം ഉപയോഗിച്ചപ്പോൾ ആ പദത്തിന്റെ ശക്തിയാൽ, ആ വാക്കിന്റെ നാമത്തിന്റെ തന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ശക്തികളും എല്ലാം ഫ്രീസായി പോയി. നിങ്ങൾ ഇത് വിഷ്വലൈസ് ചെയ്യണം, മനസ്സൊന്ന് കണ്ടു നോക്കണം. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെക്കാളും പൊക്കം കൂടിയ സർവവിധമായ
ആയുധങ്ങളുമായിട്ട് നിന്ന മല്ലനായ ഗോലിയാത്ത് സ്റ്റക്കായി പോയി. ദാവീദ് ഒരു കാര്യം ഒരു ഏറും കൊടുത്തു. ഇത്ര സംഭവിച്ചു. നമ്മൾ ചിന്തിക്കുന്ന പോലെ ദാവീദ് അങ്ങോട്ട് ഇറങ്ങി നിന്ന് ഈ കളരിപ്പയച്ചിട്ട് ചുവട് വെക്കും പോലെ വെച്ച് ഒരു കാല് മുമ്പോട്ട് വെച്ച് മറുകാല് മടക്കി മുമ്പോട്ട് ചരിച്ച് നിർത്തി, അല്ലേ? ചുവടെ നിന്നിട്ട് മർമ്മസ്ഥാനം നോക്കി വട്ടം കറക്കി കറക്കി ഒരൊറ്റ ഏറെറിഞ്ഞു. അത് ചെന്ന് കൊണ്ടു, ഗോലിയാത്ത് വീണു. ദാവീദ് പറയാ, എന്റെ ഏറിന്റെ ഒരു ഗുണം കൊണ്ടോ എന്റെ കവണയുടെ ഗുണം കൊണ്ടോ ഒന്നും ഗോലിയാത്ത് വീണില്ല. ഞാൻ യഹോവയുടെ നാമം ഉച്ചരിച്ചപ്പോൾ അവൻ സ്റ്റക്കായി പോയി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ചുമ്മാ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ ഈ നാമം ഉപയോഗിക്കാതെ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഏത് ഗോലിയാത്തും നിന്റെ മുമ്പിൽ സ്റ്റക്കാകും. സ്തോത്രം. താങ്ക് യു സോ മച്ച്. 21:15 മുതൽ ശമൂവേലിന്റെ പുസ്തകം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ബോധ്യമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതെങ്ങനെ പറഞ്ഞു വന്നിട്ട് ദാവീദ് ഞാൻ അതിന്റെ ഉദാഹരണത്തിലിട്ടാണ് കർത്താവിനെ പിടിക്കാനായിട്ട് പട്ടാളക്കാരർ വന്നപ്പോഴും കർത്താവ് ഇതേ പദം തന്നെ പറഞ്ഞു, അനഖീ എന്നൊരൊറ്റ പദമേ പറഞ്ഞുള്ളൂ. പിടിക്കാൻ വന്നവൻ ആടെ തറയെ കിടക്കും. നമ്മളാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത, ഒന്നും അറിയാത്ത, എന്നെ ഒതുക്കാമെന്ന ദുഷ്ടശക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ ഇറങ്ങി, നീ അവരെ ഭത്സിക്കണമേ, അവരുടെ കണ്ണുകളെ ബന്ധിക്കണമേ, കാലുകളെ കുരുക്കിട്ട് പിടിക്കണേ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വേളം വെച്ചേ. അവിടെ ഉരുക്കുകിട്ടില്ല, ഭത്സിക്കാനും പോയില്ല. അനഖീ എന്നൊരു പദം പറഞ്ഞപ്പോൾ ആണ്ടെ പിടിക്കാൻ വന്നവൻ തറയിൽ പോയി. വെട്ടിയവനോ എല്ലാ ആയുധവും ഉണ്ടാകും, പക്ഷെ ഒന്നും നടന്നില്ല. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ബോറടിക്കുമെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം. എനിക്കത് പറയാൻ അല്പം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2-3 ക്ലാസ്സിന് പുറകിൽ യേശുവിന്റെ നാമത്തിൽ എന്നുള്ള പദം എങ്ങനെ ഉപയോഗിക്കണം, ഏതർത്ഥത്തിൽ, എന്തെല്ലാം ഉൾക്കൊണ്ടാണ് അത് പറയേണ്ടത് എന്നെല്ലാം വളരെ വിശദമായി നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചതാ, അല്ലേ? ഓർമ്മയിൽ കരുതുന്നു. ഇനി ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നോ? അഥവാ ഈ നാമം ആ നെല്ല് ഉപയോഗിച്ച് നോക്കിയോ? സ്തോത്രം. ഉണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച സാക്ഷ്യം പറയാൻ കാണുമെന്ന് വിശ്വാസം. ഉപയോഗിക്കണം, അല്ല ചുമ്മാതെ ഒരു ഗൗരവമില്ലാതെ, ഒരു ശ്രദ്ധയില്ലാതെ, ഏകാഗ്രതയില്ലാതെ പറഞ്ഞ് ശീലിച്ചു വന്നതിന്റെ പേരിൽ ചുമ്മാതെ പറഞ്ഞു പോകാൻ ദയവായി ഈ വാക്ക് ഉപയോഗിക്കരുത്. യേശുവിന്റെ നാമത്തിലെന്നോ യഹോവയുടെ നാമത്തിലെന്നോ കർത്താവിന്റെ നാമത്തിൽ എന്നൊക്കെ പറയുമ്പോൾ കർത്താവാണെങ്കിൽ മാത്രമേ കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയാവൂ. കർത്താവാണെങ്കിലോ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയാന്ന് പറഞ്ഞാൽ എന്ത് എളുപ്പമല്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നത്. ഓക്കെ. കർത്താവ് എന്ന് പറയണമെങ്കിൽ കർത്തൃത്വം നടത്തുന്നവനായിരിക്കണം. ആര്? യേശു. എന്റെ മുഴുവൻ ലോർഡ്ഷിപ്പും കർത്തൃത്വം ആർക്ക്? യേശുവിന്. അപ്പൊ എനിക്ക് എന്റേതായ ഒന്നുമില്ല, ഫുൾ കൺട്രോൾ ആർക്കാ? യേശുവിന്. A to Z സകലതും. എനിക്ക് എന്റേതായ പ്രോജക്റ്റ് ഇല്ല, എന്റേതായ പദ്ധതിയില്ല, എന്റേതായ ആഗ്രഹങ്ങളില്ല, എന്റേതായ തീരുമാനങ്ങളില്ല, എന്റേതായ വഴികളില്ല, എന്റേതായ യാതൊരു ഇടപാടുമില്ല. എന്റെ പണമില്ല, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. എന്റേതായ അക്കൗണ്ട് ഇല്ല, പിന്നെ അക്കൗണ്ട് അല്ല ആർക്കാ? അങ്ങനൊന്നും പോകണ്ട. ഷാജി പാസ് പറഞ്ഞ് അങ്ങോട്ടൊക്കെ കയറി പോകാതെ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, കർത്താവൊന്നും നീ വിളിക്കുക ചെയ്യരുത്. സ്തോത്രം. മനസ്സിലായോ? കർത്തൃത്വം നടത്തുന്നവനാണ് കർത്താവ്. സ്തോത്രം.
മുഖഭാവം മാറുന്നുണ്ടെന്ന് അറിയാനും ഞാൻ നിർത്തി. നടക്കല്ലേ പ്രിയരെ, നമ്മുടെ യാതൊരു ഉടായ്പ കൊണ്ടും മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എനിക്ക് ക്ലാസ്സിനകത്ത് വചനത്തെ വളച്ചൊടിക്കാൻ പ്രാണം പോയാലും നടക്കുന്ന കാര്യമല്ല. ഞാൻ ഉള്ളതുപോലെ പറയാനുള്ള തീരുമാനത്തിലാണ് ഈ ക്ലാസ് എടുക്കുന്നത്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പറഞ്ഞു തരുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ കേവലം പ്രസംഗിക്കുകയല്ല, വചനത്തിന്റെ പൊള്ളു തിരിച്ചു തരിക. അധികം ശിക്ഷാവിധി അറിയുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ് ആകരുത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് വാങ്ങിക്കുന്ന വർഗം ടീച്ചേഴ്സാ, പാസ്റ്റേഴ്സ് അല്ല. കൂടുതൽ അടിമേടിക്കുന്നത് യാതൊരു സംശയവുമില്ല. തമ്പുരാന്റെ കയ്യിൽ നിന്ന് കൂടുതൽ അടിമേടിക്കുന്ന വർഗം ടീച്ചേഴ്സാണ്, പഠിപ്പിക്കുന്നവരാണ്. കാരണം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ജനം വഴിതെറ്റിപ്പോവും. മനസ്സിലായോ? സ്തോത്രം. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? യാക്കോബ് ലേഖനത്തിൽ നിന്ന് 2:1 വായിക്കാമോ? യാക്കോബ് 2:1. ഞാൻ മാൻപാടെ കാര്യത്തിലേക്ക് വന്നോളാം, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് ഞാൻ മാൻപാടെ കാര്യം പറയും. ഒന്ന് എടുത്തേര്. യാക്കോബ് 2:1. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ 3:1. സോറി, ഞാൻ 2:1 പറഞ്ഞല്ലേ? യെസ്, താങ്ക് യു സോ മച്ച് ശ്യാം ബ്രദർ. കർത്താവദാസന് പ്രത്യേകം നന്ദി. ഓക്കെ, 3:1. ഞാൻ 2:1 പറഞ്ഞു. താങ്ക് യു. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. വരുമെന്നറിഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്താകാൻ പോകരുത്? ടീച്ചേഴ്സ് ആകാൻ പോകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അടുത്തത്, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. അടുത്തത്, കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ഇനി 5ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മതി. ഇവിടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നാവ് ചെയ്യുന്ന ഒരു ദോഷം എത്ര വലുതാണെന്നുള്ളത് നമുക്ക് അന്ന് മനസ്സിലാക്കും, അല്ലേ? തീർച്ചയായിട്ടും ആ അർത്ഥം നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോൾ തന്നെ അതിന്റെ ഒറിജിനൽ മീനിങ് ഞാൻ ഇനി പറയാം. ഒറിജിനൽ മീനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്ക് ഒന്നുകൂടെ വായിക്കണം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. മതി. ഇനി നിങ്ങൾ അടുത്ത വാക്കം, ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു. തമ്മിലൊന്ന് കണക്ട് ചെയ്തേ. അർത്ഥം ഇതാ, ഞാൻ പറഞ്ഞൊരു വാക്യം എടുക്കുമ്പോൾ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് ഉൾക്കൊണ്ടിട്ട് താഴെയുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചെറിയ തീ, പലതരം തീ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തീപ്പെട്ടി ഒഴിച്ചാൽ തീ കത്തും, ലൈറ്റർ ഉപയോഗിച്ചാൽ തീ കത്തും. അതും തീ തന്നെയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാനായിട്ടല്ലിത്.
വലിയ ശിക്ഷാപതി എന്ന് പറഞ്ഞാൽ ഒരു ഉപദേഷ്ടാവ് പൊറു തിരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യത്തിൽ സത്യസന്ധമായി മുഖം നോക്കാതെ പറയേണ്ട ഒരു കാര്യത്തിൽ അല്പം തിരുത്തൽ വരുത്തി ലഘൂകരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ അർത്ഥത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുന്ന തരത്തിൽ ചെറുതായിട്ട് ഉപദേഷ്ടാവ് ഒന്ന് മാറിയാൽ അതിന്റെ അനന്തര ഫലം വലുതാണെന്നായി പറഞ്ഞു വെച്ചേ. വലിയ കാട് കത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നമ്പുഴ വനം പോലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക അല്ലേ? ശബരിമലയ്ക്ക് പോകുമ്പോൾ കാണുന്ന വനം, അയ്യോ അതുപോലത്തെ വനം കത്തുന്ന ആ അർത്ഥം ഇതാണ്. ഒരു ചെറിയ കാര്യം തെറ്റായി പഠിപ്പിച്ചാൽ ഒരു വലിയ സമൂഹത്തെ മുഴുവനും അത് വഴിതെറ്റിക്കും. അതിന് കാരണം ആരാകുന്നു? ഉപദേഷ്ടാവ്. ക്ലിയറായോ? സ്തോത്രം. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവവചനത്തിന്റെ പൊരുൾ തിരിക്കുന്ന ശുശ്രൂഷയിൽ അതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുക്കുന്ന ഒരു വിധത്തിൽ നിന്നും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രഭാഷകരെന്നറിയപ്പെടുന്നവർ വഴിതെറ്റിപ്പോയിട്ട് ഒരു വാക്യം ഓരോരുത്തരും പല നിലയിൽ വ്യാഖ്യാനിച്ച് അവരുടേതായ ഇഷ്ടത്തിൽ കൊണ്ടുപോയത് കൊണ്ട് ശരിയേതാണ് തെറ്റേതാണെന്ന് അറിയാൻ കഴിയാതെ പോകുന്നു. നിങ്ങൾക്കറിയാം, ഒരു ഹൈന്ദവ മതപ്രഭാഷകൻ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞാലും അതേ അർത്ഥം തന്നെ പറയൂ. ഖുറാനിൽ ഒരു വാക്ക് വായിച്ചിട്ട് അതിന്റെ അർത്ഥം ഒരു ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ മറ്റൊരു പള്ളിയിലും അതേ വാക്ക് ഒരു ഉസ്താദ് എടുത്ത് പറയുമ്പോൾ രണ്ടിടത്തും അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കും. നമുക്ക് മാത്രം കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. എടാ, നിന്റെ ചിന്ത പറയാനുള്ള വേദിയല്ല വചന ശുശ്രൂഷ. നിന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്ത വന്ന കാണും, അതെല്ലാം കൂടെ വിളമ്പാൻ 1, 2, 3, 4 അക്കമിട്ട് നിരത്തിക്കൊണ്ട് നിങ്ങളുടെ ഉൾത്തടത്തിലെ ഉത്കൃഷ്ടവും ഉന്മാദവുമായി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെച്ച് പറയാനായിട്ടുള്ളതല്ലിത്. അത് തന്നെ പഠിക്കുന്നേ. എനിക്ക് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എഗ്രിമെന്റിൽ പ്രസ്ഥാനത്തുമായിട്ടല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപദേശിച്ചല്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാനിത് തച്ചിനിറങ്ങിയതല്ല, ഞാൻ ഉടമ്പടിയാണ്. തച്ചാണെങ്കിൽ പേടിക്കേണ്ടതായിട്ടുള്ളൂ. ഉടമ്പടിക്കാരന്റെ ഇടപാടെന്ന് പറഞ്ഞാൽ എപ്പോ പണി തീരുന്നു അന്ന് ആ കൂലി. മനസ്സിലായിരിക്കും ഞാനൊക്കെ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് വചന ശുശ്രൂഷയിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റക്കുറച്ചിൽ വരുത്താനൊക്കത്തില്ല, വളച്ചോണ്ട് പോകാനൊക്കത്തില്ല. ഉള്ളതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു നോക്കൂ. കാരണം ഇതെന്റെ പുസ്തകമല്ല, ഞാൻ എഴുതിയ പുസ്തകമല്ല, ഞാൻ കൊടുക്കുന്ന അർത്ഥവുമല്ല. പുസ്തകത്തിന്റെ 100-ന് 200% റെസ്പോൺസിബിൾ ആയ വ്യക്തി ആള് വേറെയാണ്. അദ്ദേഹം ഉപയോഗിച്ച ഭാഷ വേറെയാണ്, അദ്ദേഹം ഉപയോഗിച്ച അർത്ഥവും വേറെയാണ്. നമ്മൾ പറയുന്നത് ഒന്നും അല്ലാത്തതിനാൽ എനിക്കിതിനെ വളച്ചുകൊണ്ട് പോകാൻ ഉള്ള സത്യം തുറന്നു പറയാം, എനിക്ക് അമ്പയെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇതിനകത്ത് എന്താണോ ഇതിന്റെ ഒറിജിനൽ ഭാഷയിലൊക്കെ പറയുന്നത് അത് പറഞ്ഞു തരാനേ എനിക്ക് പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഈ നാമം ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ആവശ്യമില്ലാതെ, പണ്ട് പുലി വരുന്നേ പറഞ്ഞു കൊച്ചങ്ങൾ നിലവിളിച്ചറിയാമല്ലോ. അവസാനം പുലി വന്നപ്പം ഒരു മനുഷ്യൻ ചെല്ലാതെന്ന് ചരിത്രവും നിങ്ങൾക്കറിയാം. അത്രയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. മലയാളികളല്ലേ നിങ്ങൾ, പല രാജ്യത്താണെങ്കിൽ പോലും. സ്തോത്രം. നിങ്ങൾക്ക് അറിയത്തില്ലേ, ചെന്നായി വരുന്നേ പുലി വരുന്നെന്നും പറഞ്ഞ് ആടിനെ മേയ്ക്കുന്ന ഒരു പയ്യൻ ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവങ്ങൾ നിലവിളിക്കും, ചെന്നാവ് വരുന്നേ ചെന്നായി വരുന്ന ആൾക്കാർ ഓടിച്ചെന്നും പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതാന്ന്. പിറ്റേ ദിവസം പറഞ്ഞാണ്ട് പുലി വരുന്നേ അന്ന് നാട്ടുകാരെല്ലാം ഓടിച്ചെന്നു. ചെന്നപ്പോഴും ഒന്നുമില്ല, ആടല്ല ചുമ്മാ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇവൻ ചുമ്മാ പറയുന്നത്. അതിന്റെ പിറ്റേ ദിവസം ഒറിജിനലായിട്ട് പുലി വന്നു, ഇവൻ കിടന്ന് ബഹളം വെച്ചു.
ആൾക്കാർക്ക് മനസ്സിലായി 2 തടവ് നമ്മളെ കളിപ്പിക്കാനും പോകുന്നില്ലെന്ന് വെച്ച് അവന് പണി കിട്ടുകയും ചെയ്തു. ഇതുപോലെ നമ്മളും ആവശ്യമില്ലാത്ത ഉടനെ പിടിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ കാല് തട്ടിയാൽ യേശുവിന്റെ നാമത്തിൽ. എങ്ങാനോട് നോക്കി നടന്ന അതിന് യേശുവിന്റെ നാമം ഉത്തരവാദി. സ്തോത്രം. കാല് തട്ടിയാൽ ശക്തി അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് അനഖി എന്നൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോ പിടിക്കാൻ വന്നവനുമാണ്ട് തറയിൽ പോയി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നാമത്തിന്റെ ശക്തി നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കി, എത്ര ശ്രേഷ്ഠമാണ്. ഓക്കെ, ഞാൻ മുന്നോട്ട് വരികയാണേ. ആ വാക്യത്തിന് ശരിയായ അർത്ഥത്തിലേക്ക് വരിക. 29-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം, നിങ്ങളുടെ മനസ്സ് നന്നായിട്ടുണ്ട് എങ്കിലും ഒന്ന് വായിച്ചു. ഒരു ക്ലാസ് അല്ലേ. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. മതി. അവിടെ വിവിധ പദങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ അർത്ഥം മറന്നുപോയിരിക്കും, ഞാൻ നോട്ട് വെച്ചത്, അതാണ് ഞാൻ ഈ നോക്കുന്നത്. 2 പ്രധാന അർത്ഥം അതിനകത്തുണ്ട്. അയ്യിൽ എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കണേ, ശത്രു സൈന്യത്തിന്റെ നേതാവ് എന്നാണ്. അയ്യിൽ എന്ന പദത്തിന്റെ അർത്ഥം ശത്രു സൈന്യത്തിന്റെ നേതാവ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാമോ? ഒറിജിനൽ അർത്ഥം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണേ. മറന്നുപോയിരിക്കാൻ ഞാൻ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്കോണൽ എന്ന വാക്കിന്റെ അർത്ഥം അടിച്ച് കറക്കി തിരിച്ചുവിടുക. ആരെ? ശത്രു സൈന്യത്തിന്റെ നേതാവിനെ. എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ വരുന്ന ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിടുന്നു. സ്തോത്രം. ഒരു കുഞ്ഞുങ്ങൾ അതിന് സ്തോത്രം പറഞ്ഞില്ല. കാനഡ എന്നൊരു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചുണ്ടാനങ്കം എനിക്ക് അറിയാവില്ല എന്താ പറഞ്ഞത്. കുവൈറ്റിൽ ഇങ്ങനെ പറയണോ വേണ്ട എന്നൊന്ന് ആലോചിച്ച് നിൽക്കുക. സ്തോത്രം. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ നോക്കി, എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചു വിടുന്നു. ആര്? യഹോവയുടെ ശബ്ദം. എന്നെ സുഖം ആ വാക്യം വായിക്കുമ്പോ. ഇവിടെ പറ്റിയത് എന്തെന്നറിയാമോ? ഈ അയ്യീം എന്ന പദം അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ നിന്നും മോഡേൺ സ്ക്രിപ്റ്റിലേക്ക് വന്നപ്പോൾ ആ ഉപയോഗിക്കുന്ന രീതിക്ക് ഒരു ചെറിയ സ്ലൈറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ അത് മെൻഷൻ ചെയ്തല്ല മോഡേൺ സ്ക്രിപ്റ്റിലേക്ക് വന്നത്. അവിടെ പറ്റിപ്പോയത്. എന്റെ അധ്യാപകൻ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ അതേ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. PARA എങ്ങനെ വായിക്കാം? PARA, പറ എന്ന് വായിക്കാം, പാറ എന്ന് വായിക്കാം, പാര എന്നും വായിക്കാം. ഇല്ലേ? നിങ്ങളാരും പള്ളിക്കുറിച്ച് പോയിട്ടുള്ളവരല്ലേ? പിന്നെ നിങ്ങൾ ആരും തലയൊന്നും ആട്ടാതിരുന്നേ. PARA, പറ, പാറ, പാര. ഇതിലേതാണ് ഇവിടെ അർത്ഥമാകുന്നതെന്നുള്ളത് ആ മദർ ടങ് ഉപയോഗിക്കുന്ന ആളിനെ അറിയത്തുള്ളൂ. ഇത് പാര എന്നാണോ, പാറ എന്നാണോ, പറ എന്നാണോ? CHIRI, ചിരി എന്നാണോ, ചിറി എന്നാണോ? രണ്ടും ശരിയല്ലേ? അല്ലേ?
നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടംപോലെ വാക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് രണ്ടും കിട്ടുന്നു മാത്രമേ ഉള്ളൂ. എന്റെ അധ്യാപകൻ പറഞ്ഞത് തന്നെ ഞാനും കിട്ടുന്നു മാത്രം. നിങ്ങൾ പറയാണോ, പാരയാണോ, പാറയാണോ? പാറയാണ് എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരിക്കട്ടെ, പറഞ്ഞവൻ പാരയായിട്ടാ പറഞ്ഞതെങ്കിലോ? എഴുത്തുകാരൻ പറഞ്ഞത് എന്താണ് ഇവിടെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന പാര. പ്രിയമുള്ളവരെ, പാരയെ കുറിച്ച് ചിന്തിക്കുന്ന ഈ അവസരങ്ങളിൽ നാം അവിടെ കാണുവാൻ തക്കോണമായി ഇടയായി തീരുന്നത് ഈ ഒരു വാചകത്തിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾ പറ. നമ്മുടെ സംസാര രീതിയാണ്. പാറയെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ തക്കോണമായി ഇടയായി തീരുന്നത് ഇതാണ്. നമ്മളെ ആരും ഒരു കാര്യം പറയാൻ വിളിക്കാത്ത ഇവർ ഇങ്ങനെ കൊണ്ടുവെക്കുള്ളെന്നറിയാം അല്ലേ? ഒരു പബ്ലിക് സ്റ്റേജിൽ നമ്മൾ ഏതെങ്കിലും പെന്തക്കോസ്ത് പാസ്റ്റർമാരെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ സ്റ്റേജ് മുഴുവൻ കുളവാക്കുന്ന അറിയാം. പക്ഷെ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെയോ മർത്തോമ സഭയിലെ അച്ഛന്മാരെയൊക്കെ പബ്ലിക് ഫിഗറിലെ മീറ്റിങ്ങിന് വിളിക്കും. ഒന്ന് അവർ മര്യാദയ്ക്ക് തന്നെ സ്റ്റേജിൽ ചെന്ന് കയറും. നമ്മളാണ് കയറി ചെല്ലുമ്പോഴേ മൈക്കിന്റെ കേബിളും തട്ടിമറിച്ചിട്ടുണ്ട് ചെല്ലും. എങ്ങാനോട്ട് നോക്കിക്കൊണ്ട് ഒന്നാമത് ആദ്യമായിട്ട് കയറി ചെല്ലുകയല്ലേ ഒരു പബ്ലിക് സ്റ്റേജിൽ. അപ്പൊ ഇടപെൽ നോക്കാതെ കയറി ചെന്ന് മൈക്കിളിന്റെ കേബിളെ കാലും തട്ടി ആ മൈക്കും മറിച്ചിട്ടുകൊണ്ട് കയറി ചെല്ലൂ. പക്ഷെ നമ്മളെ അവഗണിക്കാനും മറ്റുള്ളവരെ പൊക്കി പറയാനായിട്ടും അല്ല. നമ്മുടെ ശൈലിയും കാര്യം തന്നെയാ പബ്ലിക് നമ്മളെ അകറ്റി നിർത്തുന്നത് പറയാനായിട്ടാ അല്ലേ? ഒരു ആനിവേഴ്സറി മീറ്റിങ്ങിന് ഏതെങ്കിലും പാസ്റ്ററെ വിളിച്ച് പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രിയമുള്ളവരെ, ഇന്ന് കടന്നു വരാൻ തൊക്കണ്ണുമായി ഇടയാ തീരുവാൻ തൊക്കണ്ണ സാധിച്ചല്ലോ എന്ന് പറഞ്ഞേച്ചേ ഇവൻ തുടങ്ങുള്ളൂ. അതറിയാവുന്നതുകൊണ്ട് ഈ കൂട്ടരെ ഒരു കാരണവശാലും ഒരു പബ്ലിക് സ്റ്റേജിൽ അടുപ്പിക്കത്തില്ല, കുളവാക്കുമെന്ന് അറിയാം. ഒരു കാരണവശാലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ചേർത്ത് ഒരു സെന്റൻസ് നേരെ ചൊവ്വേ പറയാൻ നമുക്ക് അറിയത്തില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ തക്കവണ്ണം പൊക്കവണ്ണം ക്യുബിക്കടിയും പറയാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി എന്ന് പറഞ്ഞ് ശീലിച്ചാൽ ഏതു സമയത്തും എവിടെയും പറയാൻ പറ്റും. അതെന്ത് നമ്മൾ ചെയ്യാൻ കടന്നു പോരാൻ തക്കവണ്ണമായി ഇടയാക്കി തീരാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. കണ്ടോ എത്ര തക്കവണ്ണം പൊക്കവണ്ണം വന്നെന്ന് നോക്കി. പോട്ടെ, ഞാൻ മുന്നോട്ട് വരിക. ഈൻ എന്ന പദത്തിന്റെ രണ്ടർത്ഥം ഉപയോഗത്തിൽ വരുമ്പോൾ, ഒന്ന് ശത്രു സൈന്യത്തിന്റെ നേതാവ്, രണ്ട് പാറയും പാരയും പോലെ. രണ്ടാമതൊരർത്ഥം ഈ പ്രയോഗത്തിനുള്ളത് കലമാൻ എന്നൊരർത്ഥമുണ്ട്. മനസ്സിലായോ? കലമാൻ. ശത്രു സൈന്യത്തിന്റെ നേതാവ് എന്ന അർത്ഥം വരേണ്ടതിന് പകരം ആര് ചാടി അവിടെ വന്നു? പാരയ്ക്ക് പകരം പാറ വന്നെന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പാറയ്ക്ക് പകരം പാര വന്നെന്ന് പറഞ്ഞതുപോലെ ശത്രു സൈന്യത്തിന്റെ നേതാവ് എന്ന് വരേണ്ട ഇടത്ത് കലമാൻ ചാടി കയറിയത് കൊണ്ടാണ് ഈ മാൻ പ്രസവിച്ചതും കുട്ടികളെ ഓടി നടക്കാനും ഒക്കെ കാരണമായി. സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഞാൻ ഓർപ്പിച്ചല്ലോ, കോൾ അദ്ദനായ്, യഹോവയുടെ ശബ്ദം, അതാണ് ആ പൂർണ്ണമായ സെൻസ്. കണ്ടോ? കോൾ അദ്ദനായ്, യഹോവയുടെ ശബ്ദം. എന്ത് ചെയ്തു? ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിടുന്നു. ദാവീദ് എന്ന കൊച്ചു പയ്യൻ ഇറങ്ങി നിന്നപ്പോൾ ദാവീദ് തന്റെ ജയത്തിന്റെ രഹസ്യം പറയാണ്. എന്ത്? ഖോൽ അദനായ്, യഹോവയുടെ ശബ്ദം. ശത്രുസൈന്യ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിട്ടു. ആരെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാ ദാവീദ്? ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഗോലിയാത്തിന്റെ മേൽ താൻ ജയമെടുത്തത് തോട്ടിലെ കല്ലിന്റെ ഗുണം കൊണ്ടല്ല. എന്റെ പൊന്നെ, കല്ലിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട ഞാൻ ഒരിക്കലും പ്രസംഗം കേട്ട് സഹിക്കാൻ പറ്റാതായിപ്പോ. ഞാൻ സാധാരണ പറയാനുള്ളത് പോലെ പെറ്റതെല്ലാം കൂടപ്പുറപ്പ് സഹിക്കാത്തിട്ടുള്ള പ്രസംഗം. 5 കല്ലിന്റെ പ്രത്യേകത, 5 കല്ലും ഈ പൊക്കണത്തിനകത്ത് കിടന്ന് ആരാധിച്ച രംഗവും, പിന്നെ ആ കല്ലവിടെ കിടന്ന് ആർത്ത് വിളിച്ച് 5 എണ്ണത്തിൽ 1 മാത്രം ഉപയോഗിക്കേണ്ടിട്ട് വന്നുള്ളെന്നും ആ കല്ലിന്റെ സവിശേഷതയും അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് കേട്ട് ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു. എന്റെ വിചാരം അന്നൊരു ദിവസത്തേക്കെങ്കിലും കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഓടിക്കാണും.
കാരണം കർത്താവ് മനസ്സാവാച അറിയാത്ത കാര്യമെല്ലാം കൂടെ ജനത്തോട് പറയും. ജനം അത് കേൾക്കുന്ന ഓങ്ങും. പിന്നെ ചിലർക്ക് ഗുണമുണ്ട്, പ്രസംഗിക്കേണ്ട, നമ്മൾ ഓങ്ങിയാൽ മതി, അന്നേരം ഇവർ തുള്ളിക്കോളും. അങ്ങനെ നമ്മൾ പറയണ്ട. അല്ല, ഞാനും അനുഭവിച്ചുള്ള കാര്യം പറഞ്ഞു. ഞാനൊരു ചർച്ചയിൽ ചെന്നപ്പം ഞാൻ പറയാൻ ഓങ്ങുന്നതിന് മുമ്പ് ഇവര് കയ്യൊടി. അവൻ എന്നെ സുഖമായിരുന്നു അറിയാം. തൊണ്ടയ്ക്കും ആശ്വാസം ഉണ്ടായിരുന്നു, ശബ്ദവും നല്ല ക്ലിയർ. കാരണം നമ്മളൊന്ന് പറയാൻ ഓങ്ങിയാൽ മതി, ഇവരും കൊണ്ടുപോയിക്കോളും. കേൾക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ ഈ വാക്യത്തിന്റെ ആഴം പിടികിട്ടിയോന്ന് അറിയാനായിട്ടാ. ദാവീദ് പറയുകയാണ്, ഗോലിയാത്തെ, നീ കുന്തവും വേലും വടിയും ആയുധങ്ങളുമായിട്ട് എന്റെ നേരെ വരുമ്പോൾ ഞാനോ കേട്ടോ, ഞാനോ സൈന്യങ്ങളുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഖോൽ അദോനായി, യഹോവയുടെ ശബ്ദം. ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിടുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ദാവീദ് പറയുക, യഹോവയുടെ ശബ്ദം ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിടുന്നു. അതാണ് 29:9. അല്ലെ, മാൻപേടയുടെ പ്രസവം എടുക്കുന്ന കാര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, ഞാൻ ഏതെങ്കിലും സഭ ചെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് എനിക്ക് തിരിച്ചു പോരാൻ ഒക്കെ എന്ന് എനിക്കറിയാം. കാരണം അവിടെ മാൻപേട ഏതെല്ലാം സ്റ്റൈലിൽ പ്രസവിച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, മാൻപേട പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്റെ വണ്ടിയുടെ കാറ്റയച്ചു വിടും, അല്ലെങ്കിൽ ഞാൻ എന്നെ സ്ട്രെച്ചറെ എടുത്തുകൊണ്ട് വരും, കൈയും കാലും എല്ലാം ഒരു തല്ലി കുടിക്കുന്നു എനിക്കറിയാം. എങ്കിലും നിങ്ങളെങ്കിലും ദയവായി മനസ്സിലാക്കുക, ഇതിനകത്ത് മാൻപേട പ്രസവമോ അതിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇടിനാദം പോലെ ശബ്ദം മുഴങ്ങുമ്പോൾ ടപ്പെന്ന് മാൻപേട പ്രസവിക്കുന്നു എന്നൊക്കെയാ പറഞ്ഞേ. ഞാൻ ഇതറിയാൻ പല പ്രാവശ്യം ഈ നാഷണൽ ജിയോഗ്രാഫി ചാനലൊക്കെ നോക്കി. അവിടെ ഈ മൃഗങ്ങളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. അവിടെ ഇന്ന് ഒരു മുഴക്കവും കണ്ടിട്ടില്ല. നാലുപാടും ഈ മൃഗം നോക്കും, ഏതെങ്കിലും ഘോരമൃഗങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി സേഫായി എടുത്തുകൊണ്ട് പ്രസവിച്ചിട്ട് മിനിറ്റിൽ കഴിയുമ്പോൾ ആ കുഞ്ഞ് മാൻപേട ചാഞ്ഞും വീണൊക്കെ എഴുന്നേറ്റ് കാലുറച്ച് നിന്ന് പതുക്കെ പതുക്കെ നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇടി മുഴങ്ങുമ്പോൾ മാൻപേട പ്രസവിക്കുന്ന പറഞ്ഞത്. സാമാന്യ ബോധമുള്ള മുഴുവൻ മൃഗങ്ങളും ഇടിമുഴക്കം കേൾക്കുമ്പോൾ അതുങ്ങൾ പോയി പാർക്കിനടുത്തേക്ക് അങ്ങ് പോവുള്ളൂ, പ്രസവിക്കാൻ നിൽക്കാറില്ല. പിന്നെ അല്പപ്രാണിയായ മാൻ എങ്ങനെ പ്രസവിക്കുന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇടി മുഴങ്ങുമ്പോൾ മാൻപേട പ്രസവിക്കുകയാണെങ്കിൽ എനിക്കൊരു നഷ്ടവും വരാനില്ല. ഉണ്ടോ? പ്രസവിക്കുകയാണെങ്കിൽ ആട്ടെ, അതിന്റെ പേര് നമ്മൾ നമ്മുടെ നിത്യത കളയൊന്നും വേണ്ട. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച അതല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഖോൽ അദോനായി, യഹോവയുടെ ശബ്ദം എന്തോ ചെയ്യുന്നു? ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിടുന്നു. അപ്പോഴേ ഞാൻ ഇത്ര ആവേശത്തോടെ പറയാം, ഈ യഹോവയുടെ ശബ്ദം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് മുഴങ്ങിയാൽ അത് പറയാനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒരു ചുവട് മുന്നോട്ട് വിടാതെ ദീർഘവർഷങ്ങളായി നിന്നോട് വെല്ലുവിളിക്കുന്ന, നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് നീ മനസ്സുകൊണ്ട് തീരെഴുതിയ ശത്രു സൈന്യത്തിന്റെ ക്യാപ്റ്റനെ, നേതാവിനെ ഈ നാമം നീ ഒന്ന് ഉപയോഗിച്ചാൽ അടിച്ച് കറക്കി തിരിച്ചുവിടുന്ന രംഗം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്നാണ് ദാവീദ് നമുക്ക് ഈ സംഗീതത്തോടെ പറഞ്ഞു തന്നത്. മനസ്സിലായോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ വാക്യമൊക്കെ എങ്ങനെയൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എനിക്കറിയാം. ഞാൻ നല്ല സന്തോഷത്തിലും ഹൃദയത്തിൽ ഭയങ്കര നിറവോടും ആനന്ദത്തോടും ഒക്കെ ഞാൻ ഇതൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഈ നാമത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ എൻ്റെ കുടുംബത്തിന്റെ സഹോദരങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ എത്ര പേർക്ക് ഇതൊക്കെ ഈ നാമത്തിന്റെ ശക്തിയും നാമത്തിന്റെ മഹത്വവും ഒക്കെ അനുഭവമായിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊരു കാര്യം അറിയാം,
ഈ വാചകം ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും മാറിപ്പോകാത്ത സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ വചനമായിരിക്കയാൽ നമുക്കെതിരായി നിൽക്കുന്ന ശത്രു സൈന്യത്തിന്റെ ക്യാപ്റ്റനെ അടിച്ച് കറക്കി തിരിച്ചുവിടാൻ കഴിയുന്ന മനസ്സിലായോ? സ്തോത്രം. ഈ യഹോവയുടെ ശബ്ദം നിനക്കെതിരായി നിൽക്കുന്ന ശത്രുവിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിടാൻ. സ്തോത്രം. മതിയായ ദൈവശബ്ദം അത് നിനക്ക് വേണ്ടി മുഴങ്ങുമെന്നാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് എന്നോടും നിന്നോടും പറഞ്ഞു തരിക. എനിക്ക് ഇത്ര വലിയ ജയം സാധ്യമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഏതായാലും ഒരു രാജ്യമൊന്നും നമുക്കെതിരെ ഉണ്ടോ? ഇല്ല. ഇത് ഇസ്രായേലിനെതിരെ ഒരു രാജ്യം മുഴുവൻ നീക്കി ആരെ കൊണ്ട് പറ്റാൻ നിൽക്കുമ്പോൾ ഈ ഫെലിസ്തീന് മുഴുവനും നിൽക്കുന്നു. പോരെങ്കിൽ അവരുടെ ക്യാപ്റ്റനായി ഗോലിയാത്ത് നിൽക്കുക. ആ സമയത്താണ് കൃപയിൽ ആശ്രയിച്ചൊരു കൊച്ചൻ ഇറങ്ങിച്ചെന്നത്. അവിടാണ് എന്റെ വിഷയം കിടക്കുന്നത്. നീ ഏത് നിന്നാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാനോ സൈന്യങ്ങളുടെ ദൈവമായി യഹോവയുടെ നാമത്തിൽ വരുന്നു. യഹോവയുടെ നാമത്തിൽ യഹോവയുടെ ശബ്ദം ഞാനും ഉച്ചരിച്ചപ്പോൾ, ഞാൻ അതൊന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ, ഏത് ഖോൽ അദ്നായ്, യഹോവ എന്ന ആ ശബ്ദം ഞാനൊന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ സംഭവിച്ചെന്താണ്? മനസ്സിലായോ? ഞാനിപ്പോ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞെന്നറിയാവോ? സമയം തീർക്കാൻ പറഞ്ഞല്ല, ഇത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നല്ല പതിഞ്ഞു നിൽക്കണം. അതിനാ നീ ഏത് പ്രവാചകൻ ദൂത് പറഞ്ഞാലും നീ ഇളകരുത്. ഇപ്പൊ തലയൊക്കെ ആട്ടും. ഒരു ദേവദാസൻ ഈ നാളുകളായി ഓഹോ എന്നെ കാണിക്കുന്നു, വരിഞ്ഞു മുറുക്കി മുന്നോട്ട് വിടാതെ വണ്ണം നാളുകളായി. നമുക്കത് വിശ്വാസം. ഞാൻ ഈ പറഞ്ഞ ഒരു വിശ്വാസമല്ല. ഇപ്പൊ ഏസൊക്കെ മൂളിൽ പോകുന്നല്ലോ, അയ്യോ എന്റെ ദേവദാസനെ എത്ര കറക്റ്റ് ആണെന്ന് അറിയാമോ? നാളുകളായിട്ട് നമ്മളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന കേൾക്കുന്നത്ര സുഖം വേറെ ഒന്നും നമുക്കില്ല. ആരെയും ഇങ്ങനെ ഒന്ന് പറയാവോ? കറക്റ്റാണ്. എന്നെ മുറുക്കി വെച്ചേക്കുക. നീ പിന്നെ അനങ്ങേക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, മുറുക്കി വെച്ചേക്കാണ്. അവിടെ ഇരുന്നോണം, തുള്ളാൻ വന്നേക്കില്ല. നീ കുറെ കൂടെ മുറിക്കൂ. അത് കേൾക്കുമ്പോ സന്തോഷം. ഇവിടെ വരുമ്പോഴത്തേക്കിന് അങ്ങ് തുള്ളാൻ നിൽക്കുക. അത് രണ്ടും കൂടെ വേണം. ഒന്നേ നീ മുറുകി അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് അവൻ സന്തോഷിക്കുക. അതിൽ ഒന്നേ ചെയ്യാവൂ. അതല്ല, ദൂത് കേൾക്കുമ്പോൾ മുറുകിയിരിക്കാന്ന് മനസ്സിലാക്കണം. ഇവിടെ വരുമ്പോ തുള്ളുകയും ചെയ്യണം. രണ്ടും കൂടെ വേണ്ടെന്നാ പറഞ്ഞു. മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ? ഖോൽ അദ്നായ്, യഹോവയുടെ ശബ്ദം. ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചു വിടുന്നു. ഞാന് വേറൊരു വാക്യം കൂടെ എല്ലാം നോട്ട്സ് വെൽ പ്രിപ്പയർഡ്, ഒരു 4-5 പേജും കൂടെ വലിയ നോട്ട്സ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പറയാൻ ഒരു സാധനമുണ്ട്. വാച്ച നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തീരാണ്, തീർന്നോട്ടെന്നോർത്തല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം പ്രകാശിക്കുന്നു എന്നുള്ള ആശങ്ക കൊണ്ടാണ് ഞാൻ സ്ലോ ആകുന്നത്. എനിക്കറിയാം ചിലർ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ടുപോകണം. പോട്ടെ, എനിക്ക് 10,000 പേരുടെ ലൈക്ക് കിട്ടുന്നൊന്നുമല്ല എന്റെ വിഷയം. ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ട ആ വചനം ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത് മതി. ഇവിടെ 10,000 പേര് ലൈക്ക് വെച്ചിട്ട് എനിക്ക് എന്തോ ഗുണം കിട്ടാന്? സ്വോത്രം. എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല പ്രിയരേ. പക്ഷെ 100 കൂട്ടം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ 1 മണിക്കൂർ ഈ വചനം കേൾക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് പരിശുദ്ധാത്മ വ്യക്തമായ ബോധ്യം തരുന്നതിനാൽ. ക്ലിയർ ആകുന്നുണ്ടോ? ഈ വചനം കേട്ട് നല്ല പോയിന്റ് എന്ന് പറയുന്നതിനകത്തല്ല എന്റെ വിഷയം. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ക്രിയ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ തലമുറയിൽ ക്രിയ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ ഈ വചനം ക്രിയ ചെയ്യുന്നത് ഉറപ്പ് വരുത്തുന്നതിലാണ് എന്റെ ഇഷ്ടം, എന്റെ സന്തോഷം. അതിനാ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അല്ലെ നിങ്ങൾ പറയും, പുള്ളി ആ പോയിട്ടും വെച്ചോണ്ട് 1 മണിക്കൂർ വെറുതെ വിട്ടു. 1 അല്ല 2 മണിക്കൂർ ഞാൻ വിടും. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് മതി. പക്ഷെ എനിക്ക് ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവശബ്ദം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇന്ന് എനിക്കിത് പറയാൻ ഭയങ്കരമായ ഹൃദയത്തിൽ ത്രില്ലടിക്കാൻ കാരണം അത്രമേൽ വലിയൊരു ജയം
ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം എനിക്കും എന്റെ സഹോദരങ്ങൾക്കും കുടുംബത്തിനും തന്നതിന്റെ ആനന്ദത്തിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചു വിടുമെന്ന് ഈ വാക്ക് ചുമ്മാ പറയുകയല്ല. ഞാൻ ഈ നാമം ഒന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ, എന്റെ കുടുംബത്തിൽ നിന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ, സഹോദരങ്ങളുടെ മേൽ ഉപയോഗിച്ച് നോക്കിയപ്പോൾ, കേവലം അക്ഷരികമായി മാത്രമല്ല, അത് അതേപടി ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയാൻ ദൈവം എനിക്കും അവസരം തന്നതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എനിക്കെല്ലാം തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ജയം തന്നെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ സ്തോത്രം. എനിക്കും അങ്ങനെ എല്ലാം. പൗലൂസിന്റെ കാര്യം പറഞ്ഞു, എന്റെയും പോക്ക്. പൗലൂസിന്റെ അസുഖം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാം എന്താണ്? ഇല്ല, ഒരു ശൂലമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ ഊഹാപോകം വെച്ചുകൊണ്ട് പല അസുഖമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അസുഖം എന്താന്ന് പുള്ളി മുണ്ടുന്നേ ഇല്ല. പോരെങ്കിൽ അത് മാറാൻ പുള്ളി പ്രാർത്ഥിച്ചു, ആകെ 3 പ്രാവശ്യം. നമ്മളാണെങ്കിൽ 3:41 ഇരുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രം. 3 ദിവസം അല്ല, 41 ദിവസം വീതം 3 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചേ. പൗലൂസ് ആകെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവ് ചോദിച്ചു, നിനക്ക് രോഗശാന്തി വേണോ, കൃപ വേണോ? പൗലൂസ് പറഞ്ഞു, എനിക്ക് ഒരു ശാന്തിയും വേണ്ട, കൃപ കൂട്ടി തന്നേക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോട്ടം. പിന്നെ എനിക്കൊരു അസുഖം, എന്താ നിങ്ങൾ എന്തിനാ അറിയുന്നേ? പൗലൂസ് പറഞ്ഞതാ. ആണെങ്കിൽ ഒരു ചെറിയ അസുഖം ഉണ്ടെങ്കിൽ ഇത് വർണ്ണിക്കാൻ നമ്മളെ പോലെ എക്സ്പേർട്ട് ടീം. ദൈവമക്കളെ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സഹായത്തിന് വന്ന് മടങ്ങിപ്പോകുമ്പോൾ എനിക്കൊരു ചെറിയ തലവേദന ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഞാൻ അതിനെ വലിയ വക വെച്ചില്ല. പിറ്റേ ദിവസം രാവിലെ തലവേദന കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അല്പനേരം കിടന്നുറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഉച്ച കഴിയുമ്പോൾ അത് വീണ്ടും വർദ്ധിക്കുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണം സാധിച്ചു. ഇല്ലേ? വൈകുന്നേരം ആകുവാൻ തക്കവണ്ണം ഇടയായി. ഇല്ലേ? 4 മണിയായപ്പോൾ ഡോക്ടറെ കാണുവാൻ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഡോക്ടർ പരിശോധിക്കുന്ന അളവിൽ പലതും സംസാരിക്കാൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോഴാണ് മനസ്സിലായ തലച്ചോറിനകത്ത് എന്തൊക്കെയോ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഇത് പ്രശ്നങ്ങളും അന്യതായ പോരാട്ടം ഉള്ളതായിരിക്കുന്ന തക്കവണ്ണം ഇടയായി തീരുവാൻ കഴിഞ്ഞു. നമ്മൾ ഈ തക്കവണ്ണം പൊക്കവണ്ണം ക്യൂബിക്കടിയും കൊണ്ട് ഒരു ചെറിയ തലവേദന കൊണ്ട് എവിടെ വല്ല ന്യൂറോസ്, നമ്മുടെ ക്ലാസ്സിൽ നമുക്കൊരു ഡോക്ടർ ഇപ്പോൾ എനിക്കറിയാമല്ലേ, നമ്മൾ ഡോക്ടറെ ചിന്തിക്കുക, ഒരു ചെറിയ തലവേദന വന്നപ്പോൾ ഇത് ന്യൂറോയുടെ ഏത് എക്സ്പേർട്ട് നോക്കിയാലും പിടികിട്ടാത്ത പോലെയാ ചെറിയൊരു തലവേദന നമ്മൾ സഭയിൽ അവതരിപ്പിക്കുന്നത്. ചായലും വെയിലും കൊണ്ട് സാധാരണ ചെയ്യാത്ത ജോലി ചെന്നപ്പോൾ തലയ്ക്കാൻ ചെറിയൊരു അസ്വസ്ഥ, അത്രേ ഉള്ളൂ. അത് നമ്മൾ അവതരിപ്പിച്ച് വന്നപ്പോൾ ന്യൂറോയുടെ എല്ലാ എന്താ പറയാ എക്സ്ട്രീമും കഴിഞ്ഞ് അപ്പുറത്ത് പോകുന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. പൗലൂസ് പറഞ്ഞു, എനിക്കൊരു രോഗമുണ്ട്, നിങ്ങൾ ആരും അത് അറിയണ്ട, ഒരു ശൂലം അതവിടെ ഇരുന്നോട്ടെ, ഇനി എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ നെകളിച്ചു പോകാതിരിക്കാൻ ദൈവം തന്നാട്ട് ഞാൻ കണക്കാക്കിക്കോളാം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങളെല്ലാം വാരി പറഞ്ഞേക്കാൾ തന്ന ജയത്തെക്കുറിച്ച് പറയുന്നതാണ് എനിക്കും ഇഷ്ടം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പറഞ്ഞ പദം നിങ്ങൾ മറന്നു പോകരുത്. ഖോൽ അദോനായി യഖോനൽ അയിൻ. യഹോവയുടെ ശബ്ദം ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ചുവിടും. അതാണ് ഗോലിയാത്തിനും പറ്റിയത്. പക്ഷെ തിരിച്ചു പോകാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ലെന്ന് മാത്രം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഒന്ന് ചെറുതായിട്ട് ഉപയോഗിച്ചു നോക്കി. അനാവശ്യമായി നാം ഉപയോഗിക്കരുത്. ഉപയോഗിക്കേണ്ട വിധത്തിൽ അതിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ട് ആ ശക്തി മുഴുവൻ തിരിച്ചറിഞ്ഞ് ആ നാമം ഉറക്കെ പറയുമ്പോൾ, ദാവീദ് അങ്ങനെ അത് ഉപയോഗിച്ചപ്പോൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് അത് കാരണമായി എന്നുണ്ടെങ്കിൽ ആരും എന്തും പറയട്ടെ, നിനക്ക് മാത്രം നിന്റെ കുടുംബത്തിനും, ബാക്കി വിട്ടേര്, നിന്റെ കുടുംബത്തിനും നിനക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ജയം തരത്തക്ക നിലയിൽ ഖോൽ അദോനായി യഖോനൽ അയിൻ പറയണം. ആ നാമം നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങണം, നമ്മുടെ വീട്ടിനകത്ത് മുഴങ്ങണം. ബാക്കി ചെയ്യേണ്ടതൊക്കെ ആ നാമം ചെയ്തോളൂ. നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. ഈ നാമം വേണ്ട പോലെ ഒന്ന് ഉയർത്തുക, അത് ഒന്ന് ഉറക്കെ പറയുക. ദാവീദ് അത്ര ചെയ്തുള്ളൂ. ദാവീദ് അത്ര ഉറക്കെ ചെയ്തപ്പോൾ മല്ലനായ ഗോലിയാത്ത് സെക്കൻഡ് കൊണ്ട് തറയിൽ പോയതുപോലെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എത്ര അധികായന്മാരും ആയിക്കൊള്ളട്ടെ,
എത്ര ഉഗ്രശക്തിയുമായിക്കൊള്ളട്ടെ, ഏത് മന്ത്രതന്ത്ര വേലകളുമായിക്കൊള്ളട്ടെ, എവിടെല്ലാം പോയി ഏതെല്ലാം രീതി ചെയ്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ആ കാര്യത്തിൽ വ്യക്തമായ തിരിച്ചറിവുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പ്രഭാത സമയത്ത് ഞാനൊരു പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ആ ദൂത് ഏറ്റെടുത്തിട്ട് ഈ ശബ്ദം നിങ്ങളുടെ വീട്ടിനകത്ത് ഉള്ളതുപോലെ മുഴങ്ങിയാൽ 100 അല്ല 200% ഞാൻ വചനാടിസ്ഥാനത്തിൽ ഗ്യാരണ്ടി തരാം. യഹോവയുടെ ശബ്ദം വലിയൊരു വീര്യപ്രവൃത്തി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിനും ചെയ്യാൻ കാരണമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യെസ്, ഒന്ന് പ്രയോഗിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിച്ച വിജയത്തെക്കുറിച്ച് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇടണം വാട്സാപ്പിൽ. Yes, I got the victory. That's enough. തരാൻ കഴിയുന്ന നല്ല കർത്താവ് നമുക്കുണ്ട്. ഞാൻ ലിബിയാദാന്റെ തലയും കൂടെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ദൈവം ചില അടുത്ത ആഴ്ച ഞാൻ ലിബിയാദാന്റെ തലയും കൂടെ പറയാം. ഈ ലിബിയാദാൻ ആരാന്നറിയണ്ടേ? എങ്ങനെ ഈ തല തകർന്നെന്ന് അറിയണമല്ലോ. അത് പിന്നെ ഈ പൊട്ടിത്തകർന്ന് കാടപ്പക്ഷിയായിട്ടൊക്കെ വന്നില്ലേ? യെസ്. അപ്പൊ ഇതെങ്ങനെ അതിന്റെ പിന്നെ പരിപാടി? ലിബിയാദാൻ ആരാണ്? തിമിംഗലോ ആണോ വേറെ വല്ലതും ആണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദൈവം വെച്ചാൽ അടുത്ത വ്യാഴാഴ്ച നിങ്ങൾ വരികയാണെങ്കിൽ സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ നാമം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ജയം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.